ശാസ്ത്രത്തിന് പോലും ഉത്തരം മുട്ടിയ 10 നിർമ്മിതികൾ. ഹലോ ഫ്രണ്ട്സ്, ശാസ്ത്രം ഇന്ന് പുരോഗതിയുടെ പാതയിലാണ്. എന്നിരുന്നാലും ശാസ്ത്രത്തിന് പോലും ഉത്തരം കണ്ടുപിടിക്കുവാൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ട്. അത്തരത്തിൽ ചില നിർമ്മിതികളാണ് ടോപ്പ് 10 മലയാളത്തിന്റെ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്പർ 10, ശ്രവണബെളഗൊള ക്ഷേത്രം. ഇന്ത്യയിലെ കർണാടകയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന ജൈന തീർത്ഥാടന കേന്ദ്രമാണ് ശ്രവണബെളഗൊള. 57 അടി ഉയരമുള്ള കോമാദേശ്വരന്റെ പ്രതിമ ഇവിടെയുണ്ട്. ഈ പ്രതിമ നിർമ്മിക്കുവാൻ ഏകദേശം 12 വർഷമെടുത്തു. ഈ വിഗ്രഹത്തെ ബാഹുബലി പ്രതിമ എന്നും വിളിക്കുന്നു. കർണാടകയിലെ ഹസൻ ജില്ലയിലെ ബംഗളൂരുവിൽ നിന്നും 144 കിലോമീറ്റർ അകലെയുള്ള ഈ ജൈന ക്ഷേത്രത്തിലേക്ക് ധാരാളം തീർത്ഥാടകരെ ആകർഷിക്കുന്നുണ്ട്. ഇവിടെ 12 വർഷത്തിലൊരിക്കൽ മഹാമസ്തകാഭിഷേകം നടക്കാറുണ്ട്. ജൈന മതത്തിൽ ബാഹുബലിക്ക് ഇപ്പോഴും പ്രത്യേക സ്ഥാനമുണ്ട്. ഫെർഗൂസന്റെ അഭിപ്രായത്തിൽ ഈജിപ്ത് രാജ്യത്തൊഴികെ ലോകത്ത് മറ്റൊരിടത്തും ഇത്രയും വലിയ പ്രതിമ നിർമ്മിച്ചിട്ടില്ല. AD 983 ഈ ക്ഷേത്രം നിർമ്മിച്ചതായി കരുതപ്പെടുന്നത്. ആ കാലഘട്ടത്തിൽ ഇത്രയും മനോഹരമായ ഒരു അമ്പലം നിർമ്മിക്കുവാൻ ആവശ്യമായ സാങ്കേതിക വിദ്യകൾ ഉണ്ടായിരുന്നു എന്നത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. അത്രയും പെർഫെക്ഷനോടുകൂടിയാണ് ഈ ഓരോന്നും നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ശാസ്ത്രത്തിനും ഇത് ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. നമ്പർ 9, കാനോസ്, തുർക്കി. തുർക്കിയിൽ മനോഹരമായ നിരവധി പുരാവസ്തു സ്ഥലങ്ങളുണ്ട്. അതിലൊന്നാണ് ഡാലിയൻ നദിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കാനോസ്. പാറകൾ കൊത്തി ഉണ്ടാക്കിയ അമ്പലങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സവിശേഷത. അടുത്തുള്ള ബാലികർ പർവ്വതനിരകളിൽ കല്ലുകൊണ്ട് തന്നെ കൊത്തിയെടുത്ത 167 ശവക്കുഴികളുണ്ട്. ഈ ക്ഷേത്ര ശവകുടീരങ്ങളുടെ നിർമ്മാതാക്കൾ അതിൽ ഗ്രീക്ക് ക്ഷേത്രങ്ങളെയാണ് മോഡലാക്കിയിരിക്കുന്നത്. ഇവിടെ ഒരിക്കലും പൂർത്തിയാകാത്ത ഒരു ശവകുടീരമുണ്ട്. ഇതിന്റെ പിന്നിലെ കാരണം ആർക്കും അറിയില്ല. അത് മുകളിൽ നിന്നും താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. അതിന്റെ തൊട്ടടുത്തേക്ക് എത്തിച്ചേരാൻ കഴിയില്ലെങ്കിലും നദിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് കൃത്യമായി കാണാം. മറ്റൊരു സവിശേഷത, ചുണ്ണാമ്പ് ഉപയോഗിക്കാതെ നിർമ്മിക്കുന്ന കെട്ടിടങ്ങളാണവ. അവ നിർമ്മിച്ച പ്രദേശത്തിന്റെ കുത്തനെയുള്ള ഭൂപ്രകൃതി കണക്കിലെടുക്കുമ്പോൾ ഏത് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചു എന്നത് ഇപ്പോഴും ഒരു രഹസ്യമാണ്. നമ്പർ 8, ബാൽബെക് ടെമ്പിൾ കോംപ്ലക്സ്, ലെബനൻ. ലെബനനിലെ ബെയ്റൂട്ടിൽ നിന്നും 90 കിലോമീറ്റർ അകലെയുള്ള ഒരു പുരാതന ക്ഷേത്രമാണ് ബാൽബെക്. റോമൻ കാലഘട്ടത്തിൽ ഈ സ്ഥലം ഹെലിയോപോളിസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്, അതായത് സൂര്യന്റെ നഗരം. ഈ സ്ഥലത്തിന്റെ ചരിത്രം ഏകദേശം 5000 വർഷം പഴക്കമുള്ളതാണ്. ഇവിടെയുള്ള ക്ഷേത്രത്തിന്റെ മുറ്റം ഗ്രാൻഡ് ടെറസ് എന്നറിയപ്പെടുന്നു. ഇവിടെ ഓരോ ബ്ലോക്കിനും 30 അടി നീളവും 14 അടി ഉയരവും ഉണ്ടാകും. ഇവയുടെ ഭാരം 450 ടൺ വരും. അതിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ട്രിലിത്തോൺ എന്ന വലിയ കല്ലുകളുമുണ്ട്. ഇവയുടെ ഭാരം ഏകദേശം 1000 ടണ്ണാണ്. അന്നത്തെ അഡ്വാൻസ് ടെക്നോളജിയിൽ പോലും സാധ്യമല്ലാത്തതിനാൽ ഇത്ര വലിയ കല്ലുകൾ ഇവിടെ കൊണ്ടുവന്നു എന്നത് നമ്മുടെ ശാസ്ത്രജ്ഞന്മാരെ അത്ഭുതപ്പെടുത്തുന്നു. ക്ഷേത്രത്തിന്റെ 2ാം നിലയിലെ കല്ലുകൾ അസാധാരണമായ വലിപ്പം കാരണം ശ്രദ്ധേയമാണ്. ക്രെയിനോ മറ്റ് സാങ്കേതിക വിദ്യകളോ ആ കാലത്തുണ്ടായിരുന്നില്ല എന്നുകൂടി ഓർക്കണം. നമ്പർ 7, കൊണാർക്ക് സൂര്യക്ഷേത്രം, ഒഡീഷ. ഇന്ത്യയുടെ കിഴക്കൻ സംസ്ഥാനമായ ഒഡീഷയിലെ പുരി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ചന്ദ്രഭഗ നദിയുടെ തീരത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനെ സൂര്യക്ഷേത്രമെന്ന് വിളിക്കുന്നു. ചരിത്ര പ്രാധാന്യമുള്ള ഈ ക്ഷേത്രം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഗംഗ രാജവംശത്തിലെ നരസിംഹദേവ് രാജാവ് 1200 കലാകാരന്മാരുടെ സഹായത്തോടെ നിർമ്മിച്ച മനോഹരമായ കെട്ടിടം നിർമ്മിക്കുവാൻ ഏകദേശം 12 വർഷമെടുത്തു. ക്ഷേത്രത്തിന് മുകളിലുള്ള പതാക എല്ലായ്പ്പോഴും കാറ്റിന്റെ ഓപ്പോസിറ്റായി പറക്കുന്നു. ഇതിന് പിന്നിലെ ടെക്നോളജി ഇപ്പോഴും നിഗൂഢമാണ്. അമ്പലത്തിന് മുകളിലായി ഒരു ചക്രവും ഘടിപ്പിച്ചിട്ടുണ്ട്. പുരി നഗരത്തിലെ എവിടെ നിന്ന് നോക്കിയാലും ഇത് കാണാൻ സാധിക്കും. പക്ഷികളോ വിമാനങ്ങളോ ഇപ്പോഴും ക്ഷേത്രത്തിന്റെ മുകളിൽ കൂടി പറക്കാറില്ല. ഇതിന് പിന്നിലുള്ള കാരണവും വ്യക്തമല്ല. ദിവസത്തിലെ ഏത് സമയത്തും നിഴൽ വീഴാത്ത വിധമാണ് ക്ഷേത്രത്തിന്റെ ഘടന. ഇതൊരു എഞ്ചിനീയറിംഗ് അത്ഭുതമാണോ അതോ ദൈവിക ശക്തിക്ക് മാത്രം ആട്രിബ്യൂട്ട് ചെയ്യാവുന്ന ഒരു പ്രതിഭാസമാണോ എന്ന് ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഈ അമ്പലവുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾക്കും ഇന്നും വ്യക്തമായ ഉത്തരമില്ല. നമ്പർ 6, കിപ്പിന മൊണാസ്ട്രി. ഗുഹയ്ക്കുള്ളിലെ അസാധാരണമായ ഒരു മഠമാണ് കിപ്പിന മൊണാസ്ട്രി. കലാരിറ്റിക്കോസ് നദിക്ക് മുകളിലുള്ള ഒരു ചരിവിലാണ് കിപ്പിന മൊണാസ്ട്രി നിർമ്മിച്ചിരിക്കുന്നത്. ഇത് 1212 നിർമ്മിച്ചതാണെന്നും ഇവിടുത്തെ പെയിന്റിങ്ങുകൾ 17ാം നൂറ്റാണ്ടിൽ ഉള്ളതാണെന്നും വിശ്വസിക്കപ്പെടുന്നു. 800 വർഷക്കാലം ഈ മഠം ചരിത്രപരമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. മഠത്തിന്റെ മറ്റൊരു രസകരമായ കാര്യം, അതിന്റെ ഉള്ളിൽ ഒരു ഗുഹയിലേക്കുള്ള പ്രവേശന കവാടമുണ്ട്. ഇത് ഒരു മരം കൊണ്ടുള്ള വാതിലിനാൽ അടച്ചിട്ടുണ്ട്. പക്ഷേ മഠത്തിലേക്കുള്ള സന്ദർശകർക്ക് അതിൽ പ്രവേശിക്കുവാൻ കഴിയും. അതിന്റെ ഉള്ളിൽ സ്റ്റാലക്ടൈറ്റുകളും ചെറിയ ജലാശയങ്ങളുമുണ്ട്.
കാരണം മഠത്തിന്റെ അടിത്തറയ്ക്ക് താഴെ ഒരു ഭൂഗർഭ നദി ഒഴുകുന്നുണ്ടെന്ന് ഗവേഷകർ വിശ്വസിക്കുന്നു. ഗ്രീക്ക് സംസ്കാരത്തിന്റെ നിരവധി ശേഷിപ്പുകൾ ഈ ഗുഹയിൽ കണ്ടെത്താനാകും. അതുകൊണ്ട് തന്നെ പുരാവസ്തു ഗവേഷകരുടെ പറുദീസ കൂടിയാണ് ഈ സ്ഥലം. നമ്പർ 5 കൈലാഷ് ടെമ്പിൾ, മഹാരാഷ്ട്ര. നിഗൂഢതകൾ നിറഞ്ഞ നിരവധി ക്ഷേത്രങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. എല്ലാവർക്കും വ്യത്യസ്ത വിശ്വാസങ്ങളുമുണ്ട്. അവയിൽ ഒന്നാണ് ഔറംഗബാദിലെ ശിവക്ഷേത്രം. എലോറ ഗുഹകളിലായതിനാൽ എലോറയിലെ കൈലാഷ ക്ഷേത്രം എന്നറിയപ്പെടുന്നു. 276 അടി നീളവും 154 അടി വീതിയുമുള്ള ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത ഒരു പാറ മാത്രം കൊത്തിയെടുത്താണ് നിർമ്മിച്ചത്. 276 അടി നീളവും 154 അടി വീതിയുമുള്ള ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത ഒരു പാറ മാത്രം കൊത്തിയെടുത്താണ് നിർമ്മിച്ചത് എന്നതാണ്. ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിൽ ഉപയോഗിച്ച പാറയുടെ ഭാരം 40,000 ടണ്ണാണെന്ന് പറയപ്പെടുന്നു. ഒരൊറ്റ ബ്ലോക്കിൽ നിന്നും നിർമ്മിച്ച കൈലാസ ക്ഷേത്രം ഇന്ത്യയിലെ ഏറ്റവും ആകർഷകമായ ഗുഹാക്ഷേത്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. എലോറ ഗുഹകൾ എന്നറിയപ്പെടുന്ന 34 ഗുഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ അമ്പലം. മഹാരാഷ്ട്രയുടെ പടിഞ്ഞാറൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഗുഹകൾ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഇത്രയും വലിയ കല്ലിൽ എങ്ങനെയാണ് മനോഹരമായി ഇത് നിർമ്മിച്ചതെന്ന് ആർക്കും വലിയ ഐഡിയയില്ല. യാതൊരുവിധ സാങ്കേതിക വിദ്യകളുടെ സഹായമില്ലാതെ മനുഷ്യരുടെ കഴിവുകൊണ്ട് മാത്രമാണ് ഇത് നിർമ്മിച്ചതെന്ന് പറയുമ്പോൾ ശാസ്ത്രം പോലും മൂക്കത്ത് കൈവച്ചു പോകും. നമ്പർ 4 മാർബിൾ ഗുഹകൾ. ക്രിമിയയിലെ മാർബിൾ ഗുഹകൾ ഒരു പ്രശസ്തമായ ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഈ മാർബിൾ ഗുഹകൾക്ക് ലോകമെമ്പാടും ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. വിദഗ്ധർ ഇത് ഭൂമിയിലെ ഏറ്റവും മനോഹരമായ 5 ഗുഹകളിൽ ഒന്നായി കണക്കാക്കുന്നു. ഉക്രൈനിലെ 7 പ്രകൃതി അത്ഭുതങ്ങളിൽ ഒന്നാണിത്. 100 മീറ്റർ നീളവും 28 മീറ്റർ വീതിയുമുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഗുഹ. മേൽക്കൂര പിങ്ക് നിറമായിട്ടുള്ള ഒരു റൂം ഇതിലുണ്ട്. വ്യത്യസ്ത തരം ഫോമുകൾ, നീളം, ഉയരം, ധാതുക്കൾ, മൾട്ടി കളർ ഡ്രിപ്പ് സ്റ്റോൺ എന്നിവ കൊണ്ട് സമ്പന്നമാണ് ഈ ഗുഹ. അത്ഭുതകരമായ പ്രകൃതിയും പ്രകൃതി ദൃശ്യങ്ങളും കൊണ്ട് മനോഹരമാണ് ഈ പ്രദേശം. എന്തുകൊണ്ടാണ് ഈ ഗുഹ ഇത്രയും മനോഹരമാകുന്നതെന്ന് ഇന്നും ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. നമ്പർ 3 ഹാറ്റ്ഷെപ്സൂട്ട് ടെമ്പിൾ, ഈജിപ്റ്റ്. ഒരു രാജാവെന്ന് പറയുമ്പോൾ മിക്കവാറും പുരുഷനായിരിക്കും, അല്ലേ? എന്നാൽ ഇത് ഈജിപ്തിൽ തെറ്റാണെന്ന് തെളിയിക്കുന്നു. കാരണം ഒരു സ്ത്രീ രാജാവായി 20 വർഷത്തോളം ഭരിച്ചു. അവരുടെ പേര് ഹാറ്റ്ഷെപ്സൂട്ട് എന്നായിരുന്നു. BC 1978 അവർ ഔദ്യോഗികമായി ഭരണമേറ്റെടുത്തു. ദ ഫസ്റ്റ് ഗ്രേറ്റ് വുമൻ ഇൻ ഹിസ്റ്ററി എന്ന പേരിലും ഈ രാജ്ഞി അറിയപ്പെടുന്നു. ഒരു സ്ത്രീ രാജ്യം ഭരിക്കുമ്പോഴും അക്കാലത്തെ കലകളിൽ പോലും പുരുഷ മേധാവിത്വം പ്രകടമായിരുന്നു. ഹാറ്റ്ഷെപ്സ്യൂട്ടിന്റെ മരണശേഷം അവരുടെ ഓർമ്മയ്ക്കായി ഒരു അമ്പലം പണി കഴിപ്പിച്ചു. അതിൽ ഒരുപാട് ആർട്ട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ലോകത്തിലെ അക്കാലത്തെ മികച്ച കലാകാരന്മാരാണിത് ചെയ്തതെന്ന് പറയുന്നു. എന്നാൽ ആ വർക്കുകളുടെ ഫിനിഷിംഗ് കണ്ടാൽ ആരുടെയും കണ്ണു തള്ളിപ്പോകും. ആ കാലഘട്ടത്തിൽ ഇത് എങ്ങനെ ചെയ്തെടുത്തു എന്നത് ഇന്നും എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നു. നമ്പർ 2 അജന്ത ഗുഹകൾ. ഇന്ത്യയുടെ പ്രധാന പൈതൃകങ്ങളിൽ ഒന്നാണ് അജന്ത ഗുഹകൾ. ഈ വലിയ കൊത്തുപണികൾ ചെയ്ത ഗുഹ വാസ്തുവിദ്യയുടെ മികച്ച ഉദാഹരണമാണ്. അജന്ത ഗുഹകളിലെ മിക്ക മതിലുകളിലും ബുദ്ധമതവുമായി ബന്ധപ്പെട്ട കൊത്തുപണികളുണ്ട്. കുതിരപ്പടയുടെ ആകൃതിയിൽ പർവ്വതങ്ങൾ മുറിച്ച് നിർമ്മിച്ച 30 ഗുഹകളുടെ കൂട്ടമാണ് അജന്ത. അതിനു മുന്നിൽ വാഗോറ നദി ഒഴുകുന്നു. ഇവിടെ കൊത്തിയ കൊത്തുപണിയുടെ പ്രധാന തീമുകൾ ബുദ്ധന്റെ ജീവിത സ്വഭാവവുമായി ബന്ധപ്പെട്ടതാണ്. അജന്തയുടെ ഗുഹകൾ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഫ്രെസ്കോകൾക്കും മറ്റ് നിരവധി പെയിന്റിങ്ങുകൾക്കും ലോക പ്രശസ്തമാണ്. ആരാണ് ഈ ചിത്രങ്ങൾ വരച്ചതെന്നും എന്തുകൊണ്ടാണ് അവർ ഈ സ്ഥലം വിട്ടു പോയതെന്നും ഇന്നും ഉത്തരമില്ലാത്ത ചോദ്യമാണ്. ഇത്രയും ഇരുട്ട് നിറഞ്ഞ ഗുഹകളിൽ അവർ എങ്ങനെ ചിത്രം വരച്ചു എന്നതും ചരിത്രകാരന്മാരെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. AD 1819 ബ്രിട്ടീഷ് ആർമിയുടെ മദ്രാസ് റെജിമെന്റിൽ ജോലി ചെയ്യുന്ന ഒരു സൈനിക ഉദ്യോഗസ്ഥനാണ് അജന്ത ഗുഹകൾ കണ്ടെത്തിയത്. 1983 മുതൽ യുനെസ്കോ ആഗോള പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിനെ. നമ്പർ 1 ഷിബുയ സ്റ്റേഷൻ, ടോക്കിയോ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ടോക്കിയോ സന്ദർശിക്കാനുള്ള അവസരം ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഷിബുയ സ്റ്റേഷനിലേക്ക് പോകണം. കാരണം ഇത് കൂടാതെ നിങ്ങളുടെ ആ യാത്ര പൂർത്തിയാകില്ല. ടോക്കിയോയിലെ ഷിബുയ സ്റ്റേഷനിൽ പ്രതിദിനം 2.4 ദശലക്ഷം ആളുകൾ കടന്നുപോകുന്നുണ്ട്. ഇത് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ക്രോസിംഗ് കൂടിയാണ്. ഒരു സമയം 2500 ആളുകൾക്ക് അത് കടക്കാം. ഈ നഗരത്തിലെ പ്രധാന ആകർഷണം കൂടിയാണ് ഈ സ്റ്റേഷൻ. 1885 ഇത് നിർമ്മിച്ചത്. ഈ പ്രശസ്തമായ ക്രോസ് റോഡിനെ ദി സ്ക്രാമ്പിൾ എന്നും വിളിക്കുന്നു. എണ്ണമറ്റ ബാറുകളും ക്ലബ്ബുകളും റെസ്റ്റോറന്റുകളും ഇവിടെയുണ്ട്. 1920കളിൽ ജോലി കഴിഞ്ഞ് ഉടമയെ കാണാൻ അവിടെ കാത്തുനിന്ന ഒരു നായയാണ്
ഇവിടെയുള്ള മറ്റൊരു പ്രത്യേകത, മരണശേഷം 10 വർഷമായിട്ടും നായ തന്റെ യജമാനനെ കാത്തിരുന്നു. ഇവിടുത്തുകാർ ഈ നായയുടെ പ്രതിമയെ അവരുടെ സൗഹൃദത്തിന്റെ അടയാളമായി കണക്കാക്കുന്നു. അതിനാൽ ഈ പ്രദേശത്ത് എല്ലായ്പ്പോഴും നല്ല തിരക്ക് അനുഭവപ്പെടാറുണ്ട്. പലരും നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ സൗഹൃദങ്ങൾ ഈ സ്ഥലത്ത് നിന്നും വീണ്ടെടുത്തതായി പറയുന്നുണ്ട്. അതിനാൽ എന്തൊക്കെയോ സവിശേഷതകൾ ഈ പ്രദേശത്തിനുണ്ടെന്ന് പറയാറുണ്ട്. ഷിബുയയിലെ ഏറ്റവും തിരക്കേറിയ സ്ഥലങ്ങളിൽ ഒന്നാണിത്. ശാസ്ത്രത്തിന് ഇപ്പോഴും ഉത്തരം നൽകുവാൻ കഴിയാത്ത കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലായില്ലേ? ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം കമന്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.